ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു മെക്സിക്കൻ ഓംലെറ്റ്. ആദ്യമായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയാം. 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഉടനെ ഉപയോഗിച്ചില്ലെങ്കിൽ ഇച്ചിരി കളർ ചേഞ്ച് ആയിരിക്കും. അതൊക്കെ ഈ കാണും. പിന്നെ 1 കപ്പ് ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ ഏകദേശം അത്രയും തന്നെ. ഇതിപ്പോൾ 1 സവാള കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ മല്ലിയില, പച്ചമുളക്. നമ്മൾ ഇവൻ ആള് വിദേശിയാണെങ്കിലും നമ്മൾ മലയാളികൾ ഉണ്ടാക്കുന്ന ഇച്ചിരി പച്ചമുളക് ചെയ്യണം. ഇപ്പം ഇച്ചിരി പച്ചമുളക് അരിഞ്ഞിട്ട്, ഉപ്പ്, കുരുമുളക് പൊടി, 3 മുട്ട, ആവശ്യത്തിന് എണ്ണ. പിന്നെ ഇത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാനുള്ളതാണ് ചീസ്. പിന്നെ തക്കാളി. ഇത് നല്ല കളർഫുൾ ആക്കാൻ തക്കാളി നല്ലതാണ്. പക്ഷേ ഇത് ഈ പുളി ആയതുകൊണ്ട് എനിക്ക് മുട്ടയുടെ കൂടെ പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിരിക്കും. തക്കാളി ചേർക്കുന്നത് തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് തക്കാളിയും കൂടെ ചേർക്കാം. അപ്പം ഇനി ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നതിലിട്ട് വഴറ്റണം. ആദ്യമായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ഇടും. ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് വരും. ആദ്യം ഒരിച്ചിരി സമയം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഇത് സിമ്മിലോട്ടാക്കും. വേകാനായിട്ടൊരു ടൈം കൊടുക്കും. കുറച്ച് നേരം മൂടി വെക്കും, സിമ്മിലിട്ടിരിക്കും. അപ്പം ഇതിലോട്ട് ഇനി നമുക്കൊരിച്ചിരി 1/2 ടീസ്പൂൺ ഉപ്പിടും. അതുപോലെ 1/2 ടീസ്പൂൺ ഈ മുളക് ഒക്കെ ആവശ്യത്തിന് ഇച്ചിരി കൂടി പോയാലൊന്നും കുഴപ്പമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. പക്ഷെ ഈ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ചെയ്യാനില്ല. നമുക്ക് ഈ സവാള ഇതിലേക്ക് ക്യാബേജ് നമ്മളിപ്പോ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ഇങ്ങനെ കൈ എടുക്കാതെ കളിക്കുന്നു. മൂടിയൊന്ന് മാറ്റി നോക്കാം. നല്ലപോലെ വഴന്ന് കിട്ടും. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിന്റെ ഉപ്പൊന്ന് നോക്കണം. അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പ് കൂടിപ്പോയാൽ ഒന്നും ചെയ്യാറില്ല, പിടിച്ചാൽ കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് വരുന്നത് 3 മുട്ടയും കൂടെയാണ്. അപ്പൊ 3 മുട്ടക്ക് ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പിട്ടാണ്. 1/4 ടീസ്പൂണിന്റെ പകുതി. അപ്പൊ ഇത് നമുക്ക് ഒന്ന് കിടത്തി വെക്കാം, ആറണം. മാറിക്കഴിഞ്ഞിട്ട് വേണം മുട്ടയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യാനായിട്ട്. മുട്ടയുടെ അകത്ത് നമ്മൾ കുരുമുളക് ഇടും. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇടും. പിന്നെ ഉപ്പാണ്
ശ്രദ്ധിക്കേണ്ടത്. കുരുമുളക് കൂടിപ്പോയാലും കുഴപ്പമില്ല. ഉപ്പ് ഇത്ര ഇടുന്നത് എന്നാൽ 1/4 ടീസ്പൂണിനേക്കാളും പകുതി. പിന്നെ ഈ മല്ലിയില കൂടി ഇടും. ഇനി ഇതൊന്ന് ശരിക്കും മിക്സ് ചെയ്യും. ഈ വിദേശീയയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. അവർക്ക് സ്പൈസസ് ഒക്കെ വളരെ കുറച്ച്. അപ്പം ഇതിലാകെ കുരുമുളക്, മല്ലിയില, ഉപ്പ്, 3 മുട്ട. അപ്പോൾ അത് ഇതുപോലെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് അത് ആറിക്കഴിഞ്ഞിട്ടേ ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ആദ്യമായിട്ട് വഴറ്റി വെച്ചിരിക്കുന്നത് ശരിക്കും തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മുട്ട, മല്ലിയില, ഉപ്പ്, കുരുമുളക് പൊടി ചേർത്ത മിശ്രിതം ഒഴിക്കും. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യും. ഇനി നമ്മൾ വേറൊരു പാനെടുക്കണം. പാനെടുത്തിട്ട് ചൂടാകാൻ പറ്റും. പാൻ ചൂടായി കഴിഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലായിട്ടിരിക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മിശ്രിതം കുറേശ്ശെ കോരി ഒഴിക്കും. അപ്പൊ ഇത് നമ്മൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതില് വേകാനുള്ളത് ഈ മുട്ട മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം വെന്തത്. ഒന്ന് അടച്ചു. ഇത് മുട്ട ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ചീസ് ഗ്രേറ്റ് ചെയ്തു. ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇനി ഇതിന്റെ പുറത്തോട്ട് ബാക്കിയുള്ള ചൂട് ഒഴിക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് പരത്തണം. കുറച്ചു നേരം ഒന്ന് മൂടി വെക്കും. നല്ല മുട്ടയുടെ സ്മെല്ലൊക്കെ വരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടണം. മറിച്ചിടാൻ നമ്മൾ സാധാരണ തവി ഉപയോഗിച്ച് മറിച്ചിട്ടാൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്ലേറ്റിലോട്ട് മറിക്കും. പ്ലേറ്റിലോട്ട് മറിച്ചിട്ട് നമുക്ക് തിരിച്ചിതിലോട്ടിടും. അപ്പോൾ ഇപ്പം ഇതിൻ്റെ മുകൾഭാഗം കീഴ്ഭാഗമായിട്ട് വരണം. അപ്പം ഇതിൻ്റെ നേരത്തെ അടിഭാഗം വരുന്നത് ഇപ്പം മുകളിലാണ്. ഇത് ഇനി ഈ അടിഭാഗം ഇതിൻ്റെ അടിയിലായിട്ട് വരണം. അപ്പോൾ അത് തിരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് വെന്ത് കാണും. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മറിക്കാം. മെക്സിക്കൻ ഓംലെറ്റ് റെഡി. ഒരിച്ചിരി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുറിക്കാം. അപ്പൊ ചീസ് അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പുറത്തും ഗ്രേറ്റ് ചെയ്തിടാവുന്നതാണ്.
അതിപ്പോ ചൂടോടെ ഗ്രേറ്റ് ചെയ്താൽ അതൊരു ആയിക്കോളും. നമ്മുടെ മെക്സിക്കൻ ഓംലെറ്റ് മുറിക്കാം. ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വയറാതെ കഴിക്കാം. ഇത് നല്ല ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള സംഗതികളാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നതല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുട്ടയുണ്ട്, അപ്പൊ തന്നെ പ്രോട്ടീൻ ആവശ്യത്തിനായി കഴിഞ്ഞ്. പിന്നെ ഫാറ്റ് കണ്ടന്റ് മുട്ടയുടെ അകത്തുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചീസ് ഇട്ടിരിക്കുന്നു. പിന്നെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കും. പിന്നെ ഉരുളൻകിഴങ്ങ്, നല്ല കാർബോഹൈഡ്രേറ്റ് റിച്ച് സാധനമാണ് ഈ ഉരുളൻകിഴങ്ങ്. അപ്പൊ ഇത് ആണ് നമ്മുടെ മെക്സിക്കൻ ഓംലെറ്റ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ റെസിപ്പി അനുസരിച്ച് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.